രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പരാതി. ലൈംഗികാതിക്രമ കേസിലെ പരാതിക്കാരിയുടെ ഭർത്താവ് മുഖ്യമന്ത്രിക്കും DGP-ക്കും പരാതി നൽകി. ഇന്നലെ ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാരുമായി രാഹുൽ മാങ്കൂട്ടം സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് അടുത്ത ന്യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാഹുൽ ഈശ്വർ അന്ന് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് ഇപ്പൊ തെളിഞ്ഞിരിക്കുകയാണ്. അന്ന് രാഹുൽ ഹസ്ബൻഡിന്റെ കാര്യം സംസാരിച്ചപ്പോൾ ഒരു മീഡിയ പോലും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. ഒരു മീഡിയക്കാര് പോലും എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല? അന്ന് അത് ചർച്ച ചെയ്തായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ട് കൂടും. അന്ന് രാഹുൽ ഈശ്വർ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു മനുഷ്യനും അയാളെ വിശ്വസിച്ചില്ല. അയാളെ കൊണ്ട് ജയിലിടുകയും ചെയ്തു. എന്നിട്ട് രാഹുൽ മാങ്കൂട്ടം പുറത്ത്, രാഹുൽ അകത്ത് എന്തൊക്കെയായിരുന്നു. ഇപ്പം അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പോസ്റ്റ് വായിക്കാൻ പിന്നെ രമേശ് ചെന്നിത്തല കാര്യം പറയാൻ പിന്നെ രാഹുൽ മാങ്കൂട്ടം സംസാരിക്കുന്ന വീഡിയോ കൂടെ ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാം. ആദ്യം രാഹുൽ ഈശ്വർ പറയുന്നൊന്ന് കേൾക്കാം. സത്യങ്ങൾ ഓരോന്നായി പുറത്തു വരുന്നു. ഓ മൈ ഗോഡ്, എന്ത് പരാതിക്കാരിക്ക് അപ്പോൾ ഭർത്താവ് ഉണ്ടോ? മാസത്തിനകം കല്യാണം ഒഴിഞ്ഞെങ്കിൽ ഇപ്പോഴും ഭർത്താവ് എങ്ങനെ ഉണ്ടാകും? ഓർക്കുക, രാഹുൽ ഈശ്വർ മാത്രമാണ് നിങ്ങളോട് സത്യം പറഞ്ഞത്. രാഹുൽ ഈശ്വർ മാത്രമാണ് സത്യം പറഞ്ഞത്. അന്ന് അയാൾ മാത്രമാണ് ഇതിന്റെ സത്യങ്ങൾ തുറന്നു പറഞ്ഞത്. 99% മീഡിയ അതിജീവിതയ്ക്ക് ഭർത്താവ് ഉണ്ട് എന്ന കാര്യം മറച്ചു വെച്ചു. സത്യമല്ലേ? മീഡിയക്കാരത് മറച്ചു വെച്ചത് തോന്നിവാസമല്ലേ? എന്തുകൊണ്ടത് മറച്ചു വെച്ചു? അപ്പൊ ഈ മീഡിയക്കാർ ഉൾപ്പെടെ ഈ ഇവിടുത്തെ ഗവൺമെന്റ് എച്ചിൽ നക്കുന്ന പട്ടികളാന്നേ ഞാൻ പറയൂ. അല്ലേ? നിങ്ങൾ പറ. ഓക്കെ, ബാക്കി കൂടെ ഞാൻ വായിച്ചു തരാം. അതിജീവിതയ്ക്ക് ഭർത്താവ് ഉണ്ടെന്ന കാര്യം മറച്ചു വെച്ചു. സത്യമേവേ ജയതേ, ജയ് ഗാന്ധി ജയ് ഹിന്ദ് എന്നും പറഞ്ഞ് പുള്ളി ഇട്ടു. പിന്നെ നോട്ട്, ഞാൻ ആ പാവം ചെറുപ്പക്കാരനോടൊപ്പമാണ്, ഭർത്താവിന്റെ കൂടാണ്. പക്ഷെ അവൻ ഇന്ന് കാണിച്ചത് തോന്നിയാസം കേട്ടോ. ചതിക്കപ്പെട്ട, അപമാനിക്കപ്പെട്ട, കുടുംബജീവിതം തകർന്ന അവനോടൊപ്പം തന്നെയാണ്. അവനാണ് യഥാർത്ഥ അതിജീവൻ, അല്ലാതെ അതിജീവതയല്ല എന്നാണ് രാഹുൽ ഈശ്വർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തോന്നിവാസം കാണിച്ചത് അവന്റെ ഭാര്യ. എന്നിട്ട് ഇപ്പൊ അവൻ കൊണ്ടുപോയി ഇതെല്ലാം ഇത് പ്ലാനാ രാഹുൽ മാങ്കൂട്ടത്തിനെ പെടുത്താൻ. ഇപ്പൊ കണ്ടില്ലേ, നമ്മുടെ മന്ത്രിക്ക് ഒരു പണി കിട്ടിയപ്പോഴത്തേക്ക് എല്ലാം എണ്ണോ നെഞ്ചു പൊട്ടി ഓടി വരുന്നത് രാഹുൽ മാങ്കൂട്ടം. കാരണം ആ കാര്യം എടുത്തു വിട്ടാൽ ഈ കേസ് മുങ്ങിപ്പോവും, ആന്റണിയുടെ കാര്യം മുങ്ങിപ്പോവും. ഓക്കെ, ഇന്ന് രാഹുൽ കണ്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാം. രാഹുൽ പാലക്കാട് ഇന്ന് ജയിക്കണമെന്ന് ആഗ്രഹമുള്ളവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. ജയിക്കും എന്ന് 100% ഉള്ളവർ കമന്റ് കൊടുക്കുക. ജയിക്കും എന്ന് തന്നെ ധൈര്യമായിട്ടോ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവർ എല്ലാവരും ഒന്ന് സബ്ബും കൂടെ ചെയ്യുക. നമുക്ക് വീഡിയോ ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളുടെ വാർത്തകളിലൊക്കെ ഇടം പിടിച്ചു തുടങ്ങി. നോട്ടിഫിക്കേഷൻ ഒക്കെ നമുക്ക് ബാക്കി പാലക്കാട് ആരായിരിക്കും UDF സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി വരിക? അല്ല, നമുക്കത് പിന്നെ UDF സ്ഥാനാർത്ഥി ആയിട്ട് ആര് മത്സരിക്കത്തില്ല എന്ന് ഏതെങ്കിലും മണ്ഡലത്തിൽ ഏതെങ്കിലും കാലത്ത് പറയാൻ പറ്റുന്ന ഒരാളല്ലല്ലോ ഞാൻ. ഏതെങ്കിലും കാലത്ത് പറയാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്ന ഒരാളല്ലല്ലോ ഞാൻ. ഇപ്പൊ തീരെയില്ല. അപ്പോ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ആര് എന്ന് തീരുമാനിക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഒരു കാലത്തും എനിക്ക് ഉണ്ടായിട്ടില്ല. അത് ഇനി നിയമസഭ വേണ്ട, വാർഡിൽ എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിട്ടുള്ളൂ. വാർഡ് കമ്മിറ്റിയല്ലേ തീരുമാനിക്കുന്നത്. അപ്പം സ്വന്തം കാര്യം പറയാം, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമോ എവിടെയെങ്കിലും? അല്ല, ഞാനിപ്പോൾ നിലവിൽ നിയമസഭാ സാമാജികനാണല്ലോ. അടുത്ത തെരഞ്ഞെടുപ്പായിട്ടില്ല, നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഇനി എത്രയോ കാര്യങ്ങളുണ്ട്. നമുക്ക് അത്രയും സർട്ടനായിട്ട് നാളത്തെ കാര്യത്തെ പറ്റി ഇപ്പോൾ ഉറപ്പ് പറയാൻ കഴിയുന്ന ആളുകളല്ലോ നമ്മളാരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു വാർത്ത സൃഷ്ടിക്കണ്ട. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ വാർത്ത. അത് ഇനിയും രാഹുൽ ഇപ്പൊ ഒന്നും പറയണ്ട, അതാണ് നല്ലത്. പക്ഷെ രാഹുൽ പാലക്കാട് തന്നെ മത്സരിക്കണം, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് തന്നെ മത്സരിക്കണം. ഒരു പാർട്ടിയുടെയും ഇതായിട്ട് നിൽക്കരുത്, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ആണെങ്കിൽ. പല ആൾക്കാരും വരും, ഇപ്പൊ കുറ്റപ്പെടുത്തുന്നവന്മാരാണെങ്കിലും വന്ന് ഇത് ചെയ്യും, ഉറപ്പാണ്. നിങ്ങൾ ജയിച്ച് സ്വതന്ത്രമായിട്ട് നിന്ന് ആ ഒരു സീറ്റിന്റെ വില കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവുന്ന അവസ്ഥയിലോട്ട് വരുമ്പോൾ ഇവര് തന്നെ വരും. 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. രാഹുൽ പാലക്കാട് നിൽക്കണമെന്ന് ആഗ്രഹമുള്ളവര് ധൈര്യമായിട്ട് പറയാം നമ്മുടെ ചാനലിൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടാം, എന്റെ ഇൻസ്റ്റാ ഐഡിയിൽ മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് വോയിസ് ആയിട്ട് ഇടാം. ഞാൻ അതിന്റെ വീഡിയോ വെക്കുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും നമുക്ക് ബാക്കി കൂടെ കേൾക്കാം. പറഞ്ഞതിന്റെ അറ്റവും മൂലയും വെച്ച് വാർത്ത സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, സൃഷ്ടിക്കണോ വേണ്ട എന്നുള്ളത് നിങ്ങളുടെ തീരുമാനം. ഞാൻ ജനങ്ങളോട് പറയുകയാണ്, ഞാൻ ഒന്നുമേ പറഞ്ഞിട്ടില്ല. അത്തരം കാര്യങ്ങളെ പറ്റിയിട്ടൊന്നുള്ള ഒരു ചർച്ചയും ഞാൻ ആരോടെങ്കിലുമോ എന്നോടാരെങ്കിലുമോ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാനതാ പറഞ്ഞത്, ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ പേരിൽ കൊടുക്കാം. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ അതിനെപ്പറ്റി ഒരു കമന്റും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഫാക്ട്.
ഇനി വാർത്ത എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അടുത്ത ദിവസം കോടതി പരിഗണിക്കുകയാണല്ലോ. അതിൽ വിധി ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ സത്യം ജയിക്കും, സത്യം ജയിക്കേണ്ടതാണ്, സത്യമേ ജയിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊന്നും എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആത്മവിശ്വാസക്കുറവില്ല. നമുക്ക് പിന്നെ കേസിന്റെ കാര്യങ്ങളൊക്കെ പിന്നീട് സംസാരിക്കാം. മണ്ഡലത്തിലേക്ക് ഉടനെ പോകുന്നുണ്ടോ? ഞാൻ മണ്ഡലത്തിൽ തന്നെയാണുള്ളത്. ഇപ്പോൾ ഇന്നലെ ആചാര്യൻ്റെ ജയന്തിയുമായി ബന്ധപ്പെട്ടും ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ UDF ജില്ലാ കൺവീനറിൻ്റെ കുടുംബത്തിലൊരു വിവാഹവുമായി ബന്ധപ്പെട്ടും പത്തനംതിട്ടയിൽ തുടരുന്നില്ല. ഞാൻ പാലക്കാട് തന്നെയുണ്ട്. പാലക്കാട് ജനങ്ങളെ ജയിപ്പിച്ചാണല്ലോ ഉത്തരവാദിത്തം നടപ്പാക്കുന്നുണ്ട്. പാലക്കാട് ഉത്തരവാദിത്തം കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാം. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ NSSന്റെ മന്നൻ ജയന്തി ആയിരുന്നല്ലോ. അപ്പോൾ എല്ലാ നേതാക്കന്മാരും കൂടെ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് രമേശ് ചെന്നിത്തല ഷേക്കാൻഡ് കൊടുക്കാൻ ചെന്ന സമയത്ത് രമേശ് ചെന്നിത്തല പോട്ടെ, രാഹുൽ മാങ്കൂട്ട് എണ്ണിച്ചു. അപ്പോഴത്തേക്ക് രമേശ് ചെന്നിത്തല മൈൻഡ് ചെയ്യാതെ പോയതിനെ കുറിച്ച് ഒരു ചർച്ചാ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കും അങ്ങനെ ഫീൽ ചെയ്തത്. പിന്നെ അവർ പരസ്പരം സംസാരിച്ചെന്നും കൂടെ പറയുന്നുണ്ട്. ഞാൻ അതിന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് വെച്ച് തരാം, എന്നിട്ട് നിങ്ങൾ അതിന്റെ വില ഇരുത്തുക. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, രാഹുൽ എവിടെയും കോൺഗ്രസ്സുകാരെ മോശമായിട്ട് സംസാരിച്ചിട്ടില്ല, മുൻ നേതാക്കന്മാരെ എവിടെയും കുറ്റം പറഞ്ഞതായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഇവരെല്ലാവരും ഇദ്ദേഹത്തിന് പറയുന്നുണ്ട്. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ക്വാളിറ്റി ഇതായിരിക്കാം, മറ്റവരെ വേറെ ഇതായിരിക്കാം. ഓക്കെ, എന്തായാലും ഒരു സൈഡ് വെച്ച് നോക്കുമ്പോൾ പാർട്ടി നിലപാടായിരിക്കാം. അത് നാളെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ അവനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവനെ പുറത്താക്കി, നീയൊക്കെ എത്ര പേര് വെച്ചോണ്ടിരിക്കുന്നെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവും എതിർ പാർട്ടിക്ക് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയെ കുറിച്ച് സംസാരിക്കുന്ന വീഡിയോ എന്ന് വെച്ചിട്ട് വരാം. ഇന്നലെ ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാരുമായി പെരുന്നയിൽ വെച്ച് പലകുറി സംസാരിച്ചിരുന്നു. അങ്ങനെ നേതാക്കന്മാരുമായി പരസ്പരം പരിചയമുള്ള ആളുകളാണല്ലോ എല്ലാവരും. അത് രാഷ്ട്രീയമില്ലാത്ത മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകളുമായിട്ട് സംസാരിച്ചിരുന്നു. അതൊന്നും ഇത്ര വലിയ കൗതുക വാർത്തയായിട്ടോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അതിനകത്ത് എന്തെങ്കിലും ഒരു കൗതുകമുണ്ട് എന്ന് തോന്നുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരോട് അന്വേഷിച്ചാൽ മതി. എല്ലാ പിന്നെ പൊതുപ്രവർത്തകരും പരസ്പരം കാണുമ്പോൾ സംസാരിക്കുകയും കുശലം പറയുകയും ചിലരോട് രാഷ്ട്രീയം പറയുകയും ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് പോയത്. അതിനകത്ത് നിങ്ങൾ അത് ഇത് മാത്രമാണ് അവതരിപ്പിച്ചത് എന്നുള്ളത് മാത്രമേ അതിനകത്ത് അർത്ഥമുള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇനിയും സംസാരിച്ചാലോ സംസാരിക്കാതിരുന്നാലോ അത് പ്രത്യേകിച്ച് പൊതുജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ല, അത്തരത്തിലൊരു അക്രമം ഉണ്ടാകേണ്ടുന്ന കാര്യമില്ല. ശ്രീ രമേശ് ചെന്നിത്തല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം അദ്ദേഹവും ഞാനും തമ്മിൽ സംസാരിച്ചു, അല്ലെങ്കിൽ അങ്ങനെ സ്ഥാപിക്കേണ്ടതോ അതൊരു കൗതുകമായി പറയേണ്ടത്, എനിക്കതൊരു കൗതുക വാർത്തയായിട്ട് പോലും തോന്നുന്നില്ല. കാരണം എത്രയോ കാലത്തെ ബന്ധവും പരിചയമുള്ള ആളുകളാണ്. ഒരു രാഷ്ട്രീയക്കാരനല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ പൊതുവേദിയിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ഷേക്കാൻഡ് കൊടുക്കാൻ തോന്നി കാണത്തില്ലായിരിക്കാം. ചിലപ്പോൾ അത് അദ്ദേഹത്തിന്റെ നിലപാടായിരിക്കും. ഞാൻ ഉൾപ്പെടെ ആണെങ്കിലും അതിനെ വിമർശിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ രാഹുൽ പറയുന്നുണ്ട് അവരുടെ ഇടയിൽ ഒരു പ്രശ്നവും കാര്യങ്ങളും ഇല്ല, അവർ സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊന്നും പറയാനും പറ്റത്തില്ല. പറഞ്ഞ് മനസ്സിലായോ? അപ്പൊ രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങളുണ്ട്, ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ട് രാഹുലിനെ. ഇവിടെ തെറ്റുകാർ രണ്ടു കൂട്ടരും തെറ്റുകാരാണ്. ആരുടെയെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് വെച്ച് ഒരുത്തിനെ മാത്രം ഇങ്ങനെ പീഡിപ്പിക്കുന്നതുകൊണ്ട് എനിക്ക് ഒരു യോജിപ്പുമില്ല. ആ ആളുകൾ തമ്മിൽ ഒരു പൊതു ഇടത്തിൽ വെച്ച് കാണുമ്പോൾ സംസാരിക്കുന്നത് വളരെ ഏറ്റവും സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങൾ പലതവണ മന്ദം ജയന്തിയുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹമാണ് സത്യത്തിൽ ഞാൻ പറഞ്ഞത്, ഇങ്ങനെയൊന്നും പറയേണ്ടത് കാര്യം തന്നെയില്ല. അദ്ദേഹമാണ്, ഞാൻ ഓഫീസിലോട്ട് കയറി ചെന്നപ്പോൾ ജനറൽ സെക്രട്ടറി മുകളിലുണ്ട്, ഇപ്പോൾ താഴോട്ടൊരു നീ പെട്ടെന്ന് ചെല്ല് എന്ന് പറഞ്ഞത് വരെ അദ്ദേഹമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നൊരു അതാ പറഞ്ഞത്, അതൊരു വലിയ കൗതുകമുള്ളതോ അതൊരു വാർത്ത കണ്ടോ. അദ്ദേഹം അവിടെ ഉണ്ട്, നീ പെട്ടെന്ന് ചെല്ലെന്ന് പറഞ്ഞത് രമേശ് ചെന്നിത്തലയാണ്. ചിലപ്പോൾ പൊതുവേ അയാൾക്ക് കാണിക്കണമെന്ന് തോന്നി കാണത്തില്ലായിരിക്കാം. ഇനിയിപ്പോൾ അത് വെച്ചിട്ടാണ് ഇനി ട്രോളെന്നെങ്കിൽ ട്രോള് അതങ്ങ് വിട്ടുകളയാ, ആ കേസ് കേട്ട് അങ്ങ് വിട്ടുകളയാം. ഇതെല്ലാം പിന്നെ ന്യൂസുകാർക്കാണല്ലോ വലിയ സംഭവമായിട്ടിരിക്കുന്നത്. ഇപ്പൊ ലാൻഡനിയുടെ കേസ് കേട്ട് ഇപ്പൊ മാറ്റി മറിക്കാൻ വേണ്ടി ഇപ്പൊ രാഹുലിന്റെ വിഷയങ്ങൾ എടുത്ത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ജനുവരി 7-ാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ രാഹുലിന്റെ റിസൾട്ട് എന്ന് വരും. റിസൾട്ട് എന്ന് പറഞ്ഞ പുള്ളി അറസ്റ്റ് ചെയ്യണോ വേണ്ട എന്നുള്ള രീതിയിൽ ഇത് കുറച്ചും കൂടെ കുരുക്ക് മുറുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണെന്ന് മനസ്സിലായി. 3 മാസം കഴിയുമ്പോൾ നിങ്ങൾ കണ്ടോ, വീണ്ടും ഇലക്ഷന് തൊട്ട് മുമ്പ് അടുത്ത പെണ്ണ് വരും. രാഹുൽ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ കൊച്ചു പിള്ളേരെ കൊണ്ടുവന്നു, അല്ല കേസുമായിട്ട് വല്ലതും കൊടുക്കുമ്പോമാര് ആ ടൈപ്പ് സാധനങ്ങളാണ്. സ്കോപ്പ് ഉള്ളതായിട്ടുള്ള കാര്യമായിട്ട് എൻ്റെ നോട്ടത്തിലില്ല. നിങ്ങൾക്കത് സ്കോപ്പ് ഉണ്ടെങ്കിൽ കൊടുക്കാം, അത്രേ ഉള്ളൂ. അത് അങ്ങനത്തെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരട്ടെ, നമുക്ക് ബാക്കി കാര്യങ്ങൾ പിന്നെ സംസാരിക്കാം. അല്ല, നമുക്കത് പിന്നെ UDFന്റെ സ്ഥാനാർത്ഥി ആയിട്ട് ആര് മത്സരിക്കത്തില്ല എന്ന് ഏതെങ്കിലും മണ്ഡലത്തിൽ ഏതെങ്കിലും കാലത്ത് പറയാൻ പറ്റുന്ന ഒരാളല്ലല്ലോ ഞാൻ. ഏതെങ്കിലും കാലത്ത് പറയാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്ന ഒരാളല്ലല്ലോ ഞാൻ. ഇപ്പം തീരെയില്ല. അപ്പോൾ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ആര് എന്ന് തീരുമാനിക്കാനായിട്ടുള്ളൊരു കപ്പാസിറ്റി ഒരു കാലത്തും എനിക്ക് ഉണ്ടായിട്ടില്ല. അതിന് നിയമസഭ വേണ്ട, വാർഡിൽ എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിട്ടുള്ളൂ. വാർഡ് കമ്മിറ്റിയല്ലേ തീരുമാനിക്കുന്നത്. അപ്പം
അല്ല, ഞാനിപ്പോൾ നിലവിൽ നിയമസഭാ സാമാജികനാണല്ലോ. അടുത്ത തെരഞ്ഞെടുപ്പായിട്ടില്ല, നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഇനി എത്രയോ കാര്യങ്ങളുണ്ട്. നമുക്ക് അത്രയും സർട്ടനായിട്ട് നാളത്തെ കാര്യത്തെപ്പറ്റി ഇപ്പോൾ ഉറപ്പ് പറയാൻ കഴിയുന്ന ആളുകളല്ലോ നമ്മളാരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു വാർത്ത സൃഷ്ടിക്കേണ്ട. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വാർത്ത. അത് ഇനിയും ഞാൻ പറഞ്ഞതിൻ്റെ അറ്റവും മൂലയും വെച്ച് വാർത്ത സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, സൃഷ്ടിക്കണോ വേണ്ട എന്നുള്ളത് നിങ്ങളുടെ തീരുമാനം. ഞാൻ ജനങ്ങളോട് പറയുകയാണ്, ഞാൻ ഒന്നുമേ പറഞ്ഞിട്ടില്ല. അത്തരം കാര്യങ്ങളെ പറ്റിയിട്ടൊന്നുള്ള ഒരു ചർച്ചയും ഞാൻ ആരോടെങ്കിലുമോ എന്നോടാരെങ്കിലുമോ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാനതാ പറഞ്ഞത്, ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ പേരിൽ കൊടുക്കാം. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ അതിനെപ്പറ്റി ഒരു കമൻറ്റും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഫാക്റ്റ്. ഇനി വാർത്ത എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. മീഡിയക്കാർക്ക് അണ്ണാക്കി കൊടുത്തതെന്ന് തന്നെ പറയാം. ഓക്കെ, എന്തെങ്കിലും ആട്ടെ, നമുക്കിനി കണ്ടറിയാം ഇനി എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. നമുക്കില്ല മറ്റേ കേസ് കേട്ട് ഇപ്പം നൈസായിട്ട് ഊരാൻ ഇവിടുത്തെ പാർട്ടിക്കാർ ശ്രമിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഏത് കേസ് കേട്ട് നമ്മുടെ മന്ത്രിയുടെ എന്തായാലും അത് അടിപൊളിയായിരിക്കും. ആന്റണിയുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനം ആവാൻ 30 വർഷത്തെ കേസാണ്. 30 വർഷത്തെ അവൻ അതല്ല, അതിൻ്റെ അപ്പുറം വേണം. കുറെ കള്ളന്മാരുണ്ട്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു.